شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين. والحمد لله بجميع محامده كلها على جميع نعمه كلها. സ്നേഹാദരണീയരായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്ന് സൂറത്തു മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിനെ സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം അതിൻ്റെ പാരായണമൊന്ന് ശ്രവിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഒരിക്കൽ കൂടെ. أفلا يتدبرون القرآن أفلا يتدبرون القرآن أم على قلوب أقفالها. ഇനി വാക്കർത്ഥങ്ങൾ. അഫല യതദബ്ബറൂൻ, അപ്പോൾ അവർ ചിന്തിക്കുന്നില്ലേ, അൽ ഖുർആന, ഖുർആനിനെ സംബന്ധിച്ച്. അഫല യതദബ്ബറൂൻ അൽ ഖുർആൻ, അപ്പോൾ അവർ ഖുർആനിനെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ. അം അലാ ഖുലൂബിൻ, അതല്ല ഹൃദയങ്ങളിന്മേൽ, അഖ്ഫാലുഹ, അതിൻ്റെ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ. പൂർണ്ണമായി അർത്ഥം പറഞ്ഞാൽ, അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ, അതല്ല ഹൃദയങ്ങളിന്മേൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ. തൊട്ടു മുമ്പത്തെ ആയത്തുകളുടെ തുടർച്ചയെന്നോണമാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യം. അഥവാ ഖുർആൻ സ്വീകരിക്കാതെ, ആ ഖുർആനിനെ പറ്റി ഉറ്റാലോചിക്കാതെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന ധിക്കാരികളായ കുഫാറുകളായ മുനാഫിഖുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അഫലാ യതദബ്ബറൂൻ, എന്തുകൊണ്ടാണ് അവർ തദബ്ബുർ ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ തഫക്കുർ, ഉറ്റാലോചിക്കാത്തത്. അം, അതല്ല, ബൽ എന്ന അർത്ഥത്തിൽ അം അലാ ഖുലൂബിൻ, അതല്ല ഹൃദയങ്ങളിന്മേൽ, അഖ്ഫാലുഹ, അതിൻ്റെ പൂട്ടുകൾ ഇടപ്പെട്ടിരിക്കുകയാണോ. ഖുഫുൽ എന്ന പദമാണ് പൂട്ട് എന്ന അർത്ഥം ആയി വരുന്നത്. അപ്പോൾ ഖുഫുൽ എന്നതിൻ്റെ ബഹുവചനമാണ് അഖ്ഫാൽ. അവരുടെ ഹൃദയങ്ങളിന്മേൽ അതിൻ്റെ പൂട്ട് ഇടപ്പെട്ടുവോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട്, ആ കൽപ്പനകളെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ, അതിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങാതെ, ഇത്ര ധിക്കാരികളായി മാറിപ്പോകാൻ മാത്രം അവരുടെ ഹൃദയം കടുത്തുവോ. ഒരു കമഴ്ത്തിവച്ച തമലയിലേക്ക് വെള്ളം കടന്നു ചെല്ലാത്തതുപോലെ, ഒരു നന്മയും ഹൃദയത്തിലേക്ക് കയറിച്ചെല്ലാത്ത വിധം ദുഷിച്ച ഹൃദയത്തിൻ്റെ ആളുകളായി പോയോ ഈ മുനാഫിക്കുകൾ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഇനി ഇവിടെ അഖ്ഫാലുഹ, ഹൃദയത്തിൻ്റെ പൂട്ട് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, ഓരോ ഉപകരണങ്ങൾക്കും അതിൻ്റേതായ പൂട്ടുണ്ട്. എന്നാൽ ഹൃദയത്തിന് കെട്ടിടത്തിൻ്റെയോ വാഹനത്തിൻ്റെയോ നമ്മുടെ ഓഫീസിൻ്റെയോ പൂട്ടുകളെപ്പോലെയുള്ള പൂട്ടായിരിക്കുകയില്ല. ഹൃദയത്തിൻ്റെ പൂട്ട് എന്ന് പറഞ്ഞാൽ ഷിർക്കും കുഫറും ബിദ്അത്തും മറ്റ് തിന്മകളുമാണ്. അപ്പോൾ ആ തിന്മകൾ, ഷിർക്കാകുന്ന, കുഫറാകുന്ന മറ്റ് വലുതും ചെറുതുമായ തിന്മകൾ ചെയ്യുമ്പോൾ ഒരാളുടെ ഹൃദയം കടുത്തുപോകും. ആ കടുത്തുപോകുന്നതിലൂടെ
അയാളുടെ ഹൃദയം പൂട്ടുവെക്കപ്പെടുമെന്നുള്ളതാണ്. ഇവിടെ നാം ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആനിനെ പറ്റി അവർ ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയത്തിൽ പൂട്ട് ഇടപ്പെട്ടിരിക്കുകയാണോ എന്നാണല്ലോ അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിലൂടെ വ്യക്തമാകുന്നത് ഖുർആൻ കേട്ടിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്തവൻ, അവൻ്റെ ഹൃദയത്തിനെന്തോ പ്രശ്നമുണ്ട്. ആ ഹൃദയത്തിന് പൂട്ടെങ്ങാനും ഇടപ്പെട്ടുവോ എന്ന് ഓരോരുത്തരും ആലോചിക്കുക. മാത്രവുമല്ല, ഷിർക്കും കുഫറും ബിദ്അത്തും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ്റെ ഹൃദയം കടുത്തുപോവുകയും ആ ഹൃദയം സ്വാഭാവികമായും പൂട്ടുവെക്കപ്പെടുകയും ചെയ്യുമെന്നാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങളെപ്പറ്റി ഉറ്റാലോചിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ആത്മവിചിന്തനം ചെയ്യുക. ഇല്ലെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ഹൃദയത്തിനെന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. ബിദ്അത്തുകൾ, ഷിർക്കുകൾ, കുഫറുകൾ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ നമ്മളിൽ സ്വാധീനം ചെലുത്തുകയില്ല എന്നതാണ് ഈ ആയത്തിൻ്റെ മറുപുറമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള വിചിന്തനം, ആത്മവിചിന്തനം നാം ഓരോരുത്തരും നടത്തുക. പരിശുദ്ധ ഖുർആൻ കേട്ടിട്ടും അത് സ്വാധീനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന ആശയത്തിലേക്ക് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മറ്റൊരു സംഭവ ചരിത്രം മുഫസ്സിറുകൾ കൊണ്ടുവരുന്നുണ്ട്. അഥവാ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസ്തുത ആയത്ത് സ്വഹാബികൾക്കിടയിൽ വെച്ച് പാരായണം ചെയ്യുകയുണ്ടായി. സൂറത്തു മുഹമ്മദിലെ 24-ാമത്തെ ആയത്ത് തന്നെ, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. നിങ്ങൾ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഖുർആനിനെ പറ്റി ഉറ്റാലോചിക്കാത്തത്? അവരുടെ ഹൃദയങ്ങളിന്മേൽ അതിൻ്റെ സീല് വെക്കപ്പെട്ടുവോ? ഇത് കേട്ട ഉടനെ യമനിൽ നിന്നുള്ള ഒരു യുവാവ്, അദ്ദേഹവും ആ സദസ്സിലുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ബൽ അലൈഹ അഖ്ഫാലുഹ ഹത്താ യകൂനല്ലാഹു അസ്സ വജല്ല യഫ്തഹുഹ ഔ യുഫരിജുഹ. നബിയെ, ഞങ്ങളുടെയും ഹൃദയത്തിന്മേൽ പൂട്ടിടപ്പെട്ട അവസ്ഥയിലായിരുന്നു. പക്ഷേ അള്ളാഹു അത് തുറന്നു തരികയും നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു വിശാലമാക്കുകയും ചെയ്തു. ഇത് ഈ യുവാവ് പറഞ്ഞത് കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ യുവാവിൻ്റെ സംസാരം ഇത് കേട്ട ഉടനെ ഉമർലാൻ്റെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ചുമതലയേറ്റ ഉടനെ അദ്ദേഹം ഈ യമനിൽ നിന്നുള്ള യുവാവിനെ തൻ്റെ പ്രധാന സഹായിയായി കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നൊക്കെ നമുക്ക് തഫ്സീറുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. ഇമാം സഅദി അദ്ദേഹം ഈ ആയത്തിൻ്റെ വിശദീകരണമായി കൊണ്ടുവരുന്ന ഒരു വാചകം ഏറെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് മുനാഫിക്കുകൾ ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് ഉറ്റാലോചിക്കാതിരിക്കുന്നത്? അവരെങ്ങാനും ഈ ഗ്രന്ഥത്തെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ അവർ എല്ലാ നന്മകളിലേക്കും അടുക്കുമായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ നിന്നും എല്ലാ തിന്മകളും ഒഴിവാകുമായിരുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിലെത്തിപ്പെട്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ നിർഗളിക്കുമായിരുന്നു. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ ഖുർആൻ അവരെ സഹായിക്കുമായിരുന്നു. ഖുർആനിനെ പറ്റി ഉറ്റാലോചിക്കുന്നത് അവർക്ക് സഹായകമാവുമായിരുന്നു എന്ന് ഇമാം സഅദി അദ്ദേഹം നമ്മെ ഉണർത്തുന്നുണ്ട്. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഏറെ ഉപകാരദായകമാണ്. ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചമാണ് അതുകൊണ്ട് ലഭിക്കുക. ആ വെളിച്ചത്തിലേക്ക് അവന് പ്രവേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് ഇരുട്ടിൽ നിന്നും കരകയറണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ അവന് സാധിക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി തൊട്ടുമുകളിലുള്ള ആയത്തുമായി ഈ ആയത്തിന് ഒരു ബന്ധമുണ്ട്. ഫഅസമ്മഹും വഅമ അബ്സാറഹും. സൂറത്ത് മുഹമ്മദിലെ 23-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് മുനാഫിക്കുകളുടെ അവസ്ഥയെപ്പറ്റി അള്ളാഹു പറയുന്നത് ലഅനഹുമുല്ലാ, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഫഅസമ്മഹും, അതുമൂലം അവർ ബധിരന്മാരായി മാറി.
വ അഅമ അബ്സാറഹും, അവർ അന്ധരുമായി മാറി. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണമാണല്ലോ അള്ളാഹു ചോദിക്കുന്നത്, എന്താണ് ഈ മുനാഫിക്കുകൾക്ക് സംഭവിച്ചത്? അവരുടെ ഹൃദയങ്ങളിൽ പൂട്ട് വെക്കപ്പെട്ടുവോ? അപ്പോൾ ഒരു കപടവിശ്വാസിയുടെ ഹൃദയങ്ങളിലേക്ക് ഒരു വഴിയും, നന്മ പ്രവേശിക്കാൻ ഒരു വഴിയുമില്ലാത്ത വിധത്തിൽ അവൻ്റെ ഹൃദയം ദുഷിച്ചു പോയിരിക്കുന്നു എന്ന ഒരു അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് എന്നും നമുക്ക് മുഫസ്സിറുകൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗം, പരിശുദ്ധ ഖുർആനിനെ പറ്റി ഉറ്റാലോചിക്കുക എന്നത് ഒരുപാട് മഹത്വമുള്ള സംഗതിയാണ്. മാത്രവുമല്ല, ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഖുർആനിനെ പറ്റി ഒരു മനുഷ്യൻ ഉറ്റാലോചിക്കണമെന്നുകൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പലരും ഖുർആനിൻ്റെ ആശയങ്ങളെ പഠിക്കാതെ വെറും അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ നാം കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് തന്നെ അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കാനാണല്ലോ. എന്നാൽ കേവലം അക്ഷരപാരായണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ലോകത്ത് ഖുർആൻ കൊണ്ടുള്ള വിപ്ലവം അസാധ്യമാകുമായിരുന്നു. അള്ളാഹു തആല പറയുന്നത് തന്നെ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. സൂറത്തു സ്വാദിൻ്റെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. ഇതിലെ ആയത്തുകളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി. അപ്പോൾ ഖുർആനിൽ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ല നാം ശ്രമിക്കേണ്ടത്. അതിൻ്റെ ആശയങ്ങൾ, അക്ഷരങ്ങൾ ഓതുന്നതിന് പ്രതിഫലമുണ്ട്, ഇല്ല എന്നല്ല, മറിച്ച് അതിൻ്റെ കൂടെ അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ആലോചിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഹുറൂഫുകളും ഹുദൂദുകളും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർ അതിലെ ഹുറൂഫുകൾ മാത്രം എടുത്തു, എന്ന് പറഞ്ഞാൽ ആയത്തുകളുടെ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങി. പക്ഷേ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി അവർ മറന്നു പോവുകയും ചെയ്തു. അതാണ് പറഞ്ഞത്, ഹുദൂദുകൾ അവർ ഒഴിവാക്കി. ഹുദൂദുകൾ എന്ന് പറഞ്ഞാൽ ആ ഖുർആനിൻ്റെ ആയത്തുകളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നിയമങ്ങൾ. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന ഒരു വാചകം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ തദബ്ബുറുഹു ബിഹിഫ്ളി ഹുറൂഫിഹി വ ഇളാഅതി ഹുദൂദിഹി. അല്ലാഹുവാണ് സത്യം. മാ തദബ്ബുറുഹു, ഖുർആനിനെ പറ്റി ഉറ്റാലോചിക്കുക എന്ന് പറഞ്ഞാൽ ബിഹിഫ്ളി ഹുറൂഫിഹി, അതിൻ്റെ ആയത്തുകളെ എടുക്കുകയും അതിൻ്റെ അക്ഷരങ്ങളെ എടുക്കുകയും സ്വീകരിക്കുകയും, എന്നാൽ വ ഇളാഅതി ഹുദൂദിഹി, അതിൻ്റെ ആശയങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നതല്ല ഉറ്റാലോചിക്കുക എന്ന് പറഞ്ഞാൽ. ഹത്ത ഇന്ന അഹദഹും ലയഖൂൽ, എന്നിട്ട് ചിലർ പറയും, ഖറഅത്തുൽ ഖുർആന കുല്ലഹു, ഞാൻ ഖുർആൻ പൂർണ്ണമായി വായിച്ചു. മാ യുറാലഹു അൽ ഖുർആനു ഫി ഖുലുഖിൻ വല അമലിൻ, എന്നാലോ ഈ ഖുർആൻ പൂർണ്ണമായി വായിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഖുർആൻ അവൻ്റെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നില്ല, അവൻ്റെ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്നവനെപ്പറ്റി അവൻ ഖുർആനിനെപ്പറ്റി കൂടുതൽ ഉറ്റാലോചിച്ചു എന്ന് പറയുക സാധ്യമല്ല. മറിച്ച് എങ്ങനെയാണ് ഖുർആനിനെപ്പറ്റി ഒരാൾ ഉറ്റാലോചിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്? ആ മനുഷ്യൻ ഖുർആനിൻ്റെ ആയത്തുകളെ, ഹർഫുകളെ സ്വീകരിക്കുകയും അതിൻ്റെ ഹുദൂദുകളെ, ആശയങ്ങളെയും സ്വീകരിച്ച് പ്രവർത്തന പദത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരാൾ ഖുർആനിനെപ്പറ്റി ഉറ്റാലോചിച്ചു എന്ന് പറയാൻ സാധിക്കുക എന്ന് ഇമാം ഹസനുൽ ബസരി നമ്മെ ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അധ്യായത്തിലും സൂറത്തു നിസാഇൻ്റെ 82-ാമത്തെ ആയത്തിലും അല്ലാഹു തആല ഖുർആൻ ഇറക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വിശദീകരിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെപ്പറ്റി എന്തുകൊണ്ടാണ് അവർ ഉറ്റാലോചിക്കാത്തത്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അത് അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ കേവലം അക്ഷരപാരായണങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അക്ഷരങ്ങളും വേണം, ആശയങ്ങളും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ഖുർആൻ പഠിച്ചു എന്ന് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരിശുദ്ധ ഖുർആൻ
ഇറക്കിയത് ഒരാൾക്കും പ്രയാസമുണ്ടാക്കാൻ വേണ്ടിയല്ല, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിച്ചത്. അള്ളാഹു സൂറത്തു ത്വാഹയിലെ 2-ാമത്തെ ആയത്തിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ. നബിയെ, നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല, ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ, ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രം. ഇനി ഈ ഉത്ബോധനത്തെ, ഈ പരിശുദ്ധ ഖുർആൻ ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഈ ഉത്ബോധനത്തെ പിന്തുടരുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ മുഴുവനും ഭാഗ്യമായിരിക്കും, പൂർണ്ണമായും അവൻ്റെ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയുടെ 123-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ. എന്നാൽ എൻ്റെ പക്കൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം അപ്പോൾ എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവർ പിഴച്ചു പോവുകയില്ല, ദൗർഭാഗ്യമടയുകയുമില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാർ അവർ പിഴക്കുകയില്ല, അവർക്ക് ദൗർഭാഗ്യവും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ നല്ലവണ്ണം ഓതാൻ അറിയാതെ, ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ജീവിതം തള്ളി നീക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികൾ. അവരെപ്പറ്റി, ഖുർആൻ പഠിക്കാത്തവരെപ്പറ്റി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖേദിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിനോട് പരാതി പറയുന്ന ഒരു രംഗം വരാനുണ്ട് എന്ന് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൻ്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയും, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ അവർക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇതിൻ്റെ ആശയങ്ങൾക്കൊത്ത് ജീവിതത്തെ കൊണ്ടുപോകാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി ബോധിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇത്തരക്കാരിൽ ഉൾപ്പെടാതെ ഖുർആൻ ഓരോ ആയത്ത് പഠിക്കുകയും അത് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക, അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.